നമസ്കാരം. എൻ്റെ പേര് ശ്രീകല. ഞാൻ പെരിന്തൽമണ്ണ NSS കോളേജിലെ കോമേഴ്സ് വിഭാഗത്തിലെ ടീച്ചറാണ്. ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് അന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഡിസിഷൻ എടുക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള കാലമാണ്. പാരൻസ് എന്താണോ പറയുന്നത് അത് തന്നെയാണ് നമ്മൾ അനുസരിച്ച് പോകുന്ന ഒരു കാലയളവായിരുന്നു ഞങ്ങൾ പഠിച്ച സമയത്ത്. അതേസമയം ഇപ്പോൾ അങ്ങനെയല്ല. കുട്ടികൾക്ക് സ്വയം ഡിസിഷൻ എടുക്കാനുള്ള ഒരു ആർജവമുണ്ട്. അവരുടേതായിട്ടുള്ള വോയിസ് ഉണ്ട് അവർക്കെന്ന് പറഞ്ഞാൽ അവരെന്ത് വേണമെങ്കിലും പറയും, എന്ത് വേണമെങ്കിലും അവർ പ്രവർത്തിക്കും. അങ്ങനത്തെ ഒരു കാലമാണ് ഇപ്പം നമ്മൾ കാണുന്നത്. മീൻസ് ഈ ഒരു കാലത്ത് എനിക്ക് ഇപ്പോൾ പറയാം, കുട്ടികളുടെ അടുത്ത്, അതായത് പുതിയ തലമുറ കുട്ടികളുടെ അടുത്ത് പൊതുവേ ഞാൻ പുതിയ തലമുറ കുട്ടികളിൽ പൊതുവേ കാണുന്ന ഒരു രീതി എന്ന് പറയുന്നത് ഒരുപാട് പോസിറ്റീവ് ചിന്താഗതികൾ അവർക്കുണ്ട്. എന്തായാലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ. കാരണം എല്ലാവരും വളരെ പോസിറ്റീവായിട്ട് നമ്മുടെ കാലയളവിൽ നമ്മളെടുക്കുന്ന നമ്മൾ പലപ്പോഴും നെഗറ്റീവ് കാര്യങ്ങളാണ് കൂടുതലും ചിന്തിച്ചിരുന്നത്. പക്ഷേ ഇന്നത്തെ തലമുറ കുട്ടികൾ അങ്ങനെ അല്ല, വളരെ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന കുട്ടികളാണ്. മാത്രമല്ല, ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടുകയോ അല്ലെങ്കിൽ അതുമായി ഒരു ചർച്ച നടത്തുകയോ ഒന്നും ചെയ്യുന്ന കുട്ടികളല്ല ഇന്നത്തെ തലമുറയിലെ കുട്ടികൾ. അപ്പോൾ അത് വളരെ നല്ലൊരു പോസിറ്റീവായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പലപ്പോഴും. പക്ഷേ ഞാനിപ്പോൾ ജീവിക്കുന്ന ഒരു കാലയളവെന്ന് പറയുന്നത് ഒരു പഴയ തലമുറയും കണ്ടിട്ടുണ്ട്, ഒരു പുതിയ തലമുറയും കണ്ട ഒരു കാലാവസ്ഥയിലാണ്, മീൻസ് ഒരു കാലയളവിലാണ് ഞാൻ ജീവിക്കുന്നത്. ഞാൻ ജീവിച്ച ഒരു പഴയ തലമുറയും അതുപോലെ ഇപ്പോൾ കാണുന്ന ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികളിൽ കാണുന്ന ഒരു പുതിയ തലമുറയും. ഇതിൽ പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം ഞാൻ കാണുന്നത്, പുതിയ തലമുറക്കാർ ഡിസിഷൻ എടുക്കുമ്പോൾ പല കാര്യങ്ങളിലും ചിലപ്പോൾ തെറ്റായ ഒരു മാർഗ്ഗത്തിലോട്ട് പോകുന്നുണ്ടോ എന്നൊരു തോന്നൽ എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. കാരണം പല അഡ്വൈസുകൾ അവർ പൊതുവേ കേൾക്കാറില്ല. അവർക്ക് എന്താണോ തോന്നുന്നത് ആ രീതിയിൽ അവർ മുന്നോട്ട് പോകും. അത് ഒരു പരിധിവരെയൊക്കെ നല്ലത് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. പക്ഷേ പഴയ തലമുറ കുട്ടികൾക്ക് പൊതുവേ ഒരു പാരൻറ്റിങ് എന്ന് പറയുന്നത്, അതായത് നമുക്ക് പണ്ട് ശരിക്കും പാരൻറ്റിങ് എന്ന് പറഞ്ഞൊരു സമ്പ്രദായം ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. ഞാൻ എൻ്റെ കുട്ടികളെ വളർത്തിയപ്പോഴും എനിക്കറിയില്ല എന്താണ് പാരൻറ്റിങ് എന്ന്. ഇപ്പോൾ നമ്മൾ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ ഒരു കുട്ടികളെ വളർത്തിയെടുക്കണം എന്നൊക്കെ പാരൻറ്റിങ്ങൊക്കെ ഒരുപാട് സൈക്കോളജിസ്റ്റുകൾ പറയുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഇതൊക്കെ ആണെങ്കിൽ പോലും പണ്ട് നമ്മളെ വളർത്തിയ തലമുറ നല്ല രീതിയിൽ തന്നെയാണ് വളർത്തിയെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം നമുക്കെന്തും ഷെയർ ചെയ്യാൻ പാരൻസിനടുത്ത് നമ്മൾ ഷെയർ ചെയ്യുമായിരുന്നു, എല്ലാ കാര്യങ്ങളും ചെന്ന് പറയുമായിരുന്നു. ഇന്ന് പൊതുവേ ആ ഒരു അറ്റാച്ച്മെൻറ്റ് കുറവാണ് എന്നെനിക്ക് തോന്നുന്നുണ്ട്. കാരണം കുട്ടികളുടെ അടുത്ത് പാരൻസിൻ്റെ ചിലപ്പം തിരക്ക് കാരണമായിരിക്കാം. അന്ന് എൻ്റെ അമ്മയ്ക്ക് ജോലിയില്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ അമ്മയ്ക്ക് കേൾക്കാനുള്ള സമയം ഉണ്ടായത് കൊണ്ടായിരിക്കാം. പക്ഷേ ഇന്നിപ്പോൾ പാരൻസിന് കുട്ടികളുടെ അടുത്ത് ചിലവഴിക്കാൻ സമയം വളരെ കുറവാണ്. കാരണം അവരുടെ ജീവിതം മുന്നോട്ട് പോകുന്നതിൻ്റെ ജീവിതത്തിൻ്റെ ആ ഒരു പ്രാരാബ്ധത്തിൻ്റെ ഇടയിൽ കുട്ടികളുടെ അടുത്ത് ചിലപ്പോൾ കൂടുതൽ സമയം അവർക്ക് സ്പെൻഡ് ചെയ്യാൻ ചിലപ്പം പറ്റിയെന്ന് വരില്ല. അപ്പോൾ അങ്ങനെ വരുമ്പം അറ്റാച്ച്മെൻറ്റ്, അതായത് പാരൻസിന് കുട്ടികളോടുള്ള അറ്റാച്ച്മെൻറ്റ് വളരെ കുറയുന്നത് കൊണ്ടാകാം ചിലപ്പോൾ കുട്ടികൾ തെറ്റായ മാർഗ്ഗത്തിലൂടെ ചിലപ്പം പോകാനായിട്ടൊരു സാഹചര്യം ഉണ്ടാകുന്നത്. പക്ഷേ എന്ന് പറഞ്ഞുകൊണ്ട് പുതിയ തലമുറ മോശക്കാരാണെന്നൊരു ചിന്താഗതിയേ എനിക്കില്ല. അവർക്ക് അവരുടേതായിട്ടുള്ള വോയിസ് ഉണ്ട്, അവരുടേതായിട്ടുള്ള തീരുമാനങ്ങളുണ്ട്. അവർ പറയുന്ന കാര്യങ്ങളെല്ലാം വളരെ നല്ല കാര്യങ്ങളാണ്, വളരെ മോശമാണെന്നൊന്നും എനിക്ക് അഭിപ്രായമൊന്നുമില്ല. കാരണം ഞാൻ ഒരുപാട് കുട്ടികളെ കാണുന്ന ഒരു ടീച്ചറാണ്. 18ഉം 20ഉം വയസ്സിനിടയ്ക്കുള്ള കുട്ടികളോടാണ് ഞാൻ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ രീതികളും കാര്യങ്ങളും അതുപോലെ അവരുടെ മനസ്സ് അവരെങ്ങനെയാണെന്ന് തുറന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്, എന്നോട് സംസാരിക്കാറുണ്ട്. അപ്പോൾ എനിക്കറിയാം അതെന്താണ് കുട്ടികളുടെ മനസ്സ് എന്നുള്ള കാര്യം എനിക്ക് വ്യക്തമായി അറിയാമെന്നുള്ള ഒരു ടീച്ചറാണ്. അപ്പോൾ അത് മോശമാണല്ലേ, കുട്ടികൾ വളരെ മോശമായിട്ടാണ് പെരുമാറുന്നതെന്നോ അല്ലെങ്കിൽ മോശമാണെന്നോ പുതിയ തലമുറയെപ്പറ്റി എനിക്കൊരു അഭിപ്രായവുമില്ല. നല്ല കുട്ടികൾ തന്നെയാണ് അവർ. എനിക്ക് പറയാൻ ഒരു കാര്യമേ ഉള്ളൂ, പ്രത്യേകിച്ച് കല്യാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ പഠിച്ച് സ്വന്തം കാലിൽ നിന്നതിന് ശേഷം മാത്രം ഒരു മാരേജ്, വിവാഹം എന്ന് പറയുന്നത് അത്യാവശ്യമായിട്ടുള്ളൊരു ഘടകമൊന്നുമല്ല, ജീവിതത്തിൽ വേണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ വിവാഹം കൊണ്ട് പൊതുവേ ഒരു പാരൻസിൻ്റെ ചിന്താഗതി പെൺകുട്ടികളെ കല്യാണം കഴിപ്പിച്ച് വിട്ട് കഴിഞ്ഞാൽ എല്ലാം തീർന്നു, പ്രാരാബ്ദങ്ങളെല്ലാം കഴിഞ്ഞു എന്നുള്ള തെറ്റായ ധാരണയാണ്.
ഒരിക്കലും അങ്ങനെയല്ല. കുട്ടികളെ പ്രത്യേകിച്ച് പെൺകുട്ടികളെ, ആൺകുട്ടികളെ പഠിപ്പിക്കേണ്ട എന്നുള്ളതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. പ്രത്യേകിച്ച് പെൺകുട്ടികളെ നാളെ ഭാവി അവർക്ക് എന്താണെന്ന് അവർക്ക് അറിയില്ല. അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ ഇരിക്കുന്ന സമയം മാത്രമേ അല്ലെങ്കിൽ ഇപ്പോൾ പഠിക്കുന്ന സമയം മാത്രമേ പ്രസൻറ്റ് മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ, പാസ്റ്റ് നമ്മുടെ കയ്യിലല്ല. അപ്പോൾ പാസ്റ്റിന് വേണ്ടി പ്രസൻറ്റിൽ അധ്വാനിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നന്നായിട്ട് അധ്വാനിച്ച് അവരുടേതായിട്ടുള്ള രീതിയിൽ, അതെന്തോ ആയിക്കോട്ടെ, അവരുടെ രീതിയിൽ സ്വന്തം കാലിൽ നിന്നതിന് ശേഷം മാത്രമേ ഒരു മാരേജിനെ പറ്റി അവർ ചിന്തിക്കാൻ പാടുള്ളൂ. നമ്മുടെ കയ്യിലിപ്പോൾ ഉള്ളത് നമ്മുടെ പ്രസൻറ്റാണ് നമ്മുടെ കയ്യിലുള്ളത്, നമ്മുടെ ഫ്യൂച്ചർ നമ്മുടെ കയ്യിലല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വന്തം കാലിൽ നിന്നതിന് ശേഷം മാത്രമേ അവർ വിവാഹത്തിനെ പറ്റി ചിന്തിക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് എനിക്ക് കുട്ടികൾക്ക് കൊടുക്കാനുള്ള ഒരു ഉപദേശം.